ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കൃഷിയിടത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് തൊടുപുഴ റിവറിനോട് ചേർന്നിട്ടുള്ള സൈഡിലാണ്. ഏകദേശം 1 ഏക്കർ സ്ഥലമോളം ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അല്ല, നമ്മൾ പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. 1 ഏക്കർ സ്ഥലമോളം ഉണ്ട്. ഇതിൻ്റെ 50-50 ആണ് നമ്മൾ പാട്ടത്തിനെടുത്തിരിക്കുന്നത്. അതായത് പപ്പാതി, അതായത് നമ്മൾ കൃഷി ചെയ്ത് കിട്ടുന്നതിൻ്റെ പകുതി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥനും കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു വർക്കിന് വന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ടാസ്ക് നമ്മളെ ഏൽപ്പിക്കുമായിരുന്നു. കാരണം നിനക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ട് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വർക്കുള്ള സമയത്ത് നമുക്കിവിടെ പോകാൻ കഴിയത്തുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഞാനൊരു 2 ദിവസത്തോളം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ വാഴയ്ക്കെല്ലാം നമ്മൾ മൂട് വെട്ടിക്കൂട്ടി അതിനെ കുറച്ച് വളം ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ടാസ്ക് അതാണ്. ഏകദേശം ഇപ്പം ഞാനൊരു 8-10 വാഴയോളം ഞാൻ ഒരു ദിവസം കൊണ്ട് എടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടലൊക്കെ നമ്മൾ വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ നല്ല വാടിയിട്ടൊന്നുമില്ല, കാരണം ഇത്രയും വെയിലുണ്ടായിട്ട് അമ്മമാർക്ക് വെള്ളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പമ്പ് സെറ്റിൻ്റെ റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പമ്പ് സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഇത് 3ൻ്റെ ലൈനാണ്. ഈ 3ൻ്റെ ലൈനിൽ കൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ്. ഇത് പാറ്റിലേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഇപ്പോൾ 6 കണ്ടോ, ആറ്റിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ലൈൻ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഫുഡ് വാൽവ് ഒത്തിരി എന്നാൽ താന്ന് കിടക്കുന്നുമില്ല. ഈ പമ്പ് സെറ്റ് കണ്ടോ. അപ്പോൾ ഇത് കുറച്ച് ഹെവിയാണ് എങ്കിൽ പോലും നമുക്ക് നല്ലതായിട്ട് ഇവിടെ നമുക്ക് വെള്ളം നല്ല രീതിയിൽ തന്നെ എത്തിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഔട്ട്പുട്ട് പോകുന്നത് ഇത് മേളത്തെ കൃഷി സ്ഥലത്തിലേക്കാണ്. അവിടെ നമുക്കൊരു 1 ഏക്കറോളം ഉണ്ട്. പക്ഷേ അത് ഞാൻ ക്യാൻസൽ ചെയ്തു, കാരണം ഇത്രയധികം നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് 1.5 ഇഞ്ചിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് 3 ഇഞ്ചിൽ നിന്ന് നമുക്കൊരു ടീ കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു റിഡ്യൂസർ ഇട്ടിട്ട് 1.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് പിന്നെ പോകുന്നത് 1.25 ഇഞ്ചിലേക്കാണ്. 1.25 ഇഞ്ചിൽ നിന്ന് പോയിട്ട് പിന്നെ അത് 1 ഇഞ്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇപ്പം പൈപ്പ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മീറ്ററോളം ദൂരം നമുക്ക് കിട്ടും. ഇനി അതിൽ നിന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേറെ ഒരു കണക്ഷൻ എടുത്തിട്ട് അങ്ങേ അറ്റം വരെ നമുക്ക് എത്തിക്കണം. വെള്ളം അങ്ങേ അറ്റം വരെ എത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കൃഷികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ചെറിയെല്ലാം തൈത്തെങ്ങുകളാണ്, അതുകൊണ്ട് ചൂടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കൃഷിക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലവും നല്ല മണ്ണിളക്കമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏത്തവാഴയുടെ വിത്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഞാൻ പഴയ വിത്തുകളൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണത്തിന് വിത്ത് പിരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പോയി കുറച്ച് പുതിയ ഏത്തവാഴ പർച്ചേസ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ചെയ്യണം. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. കാരണം രാവിലെ ഞാൻ 5 മണിക്ക് എണ്ണീറ്റിട്ട് രാവിലെ വന്ന് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് വർക്കിന് പോകണം. അതിന് കഴിഞ്ഞിട്ട് ഒരു 5-5:30 ആയിട്ട് പിന്നെയും വന്നിട്ട് നമുക്കിവിടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തെടുക്കണം. എന്നാലേ നമുക്കിത് പറ്റത്തുള്ളൂ. അപ്പം വേറെ ഒരാളെ കൂലിക്ക് വെച്ചാലും നമുക്കൊരിക്കലും ഇത് മുതലാവുകയില്ല എന്നുള്ളതാണ്. അപ്പം ഏത്തവാഴ മാത്രമല്ല, കപ്പ,